ഹായ് എവരിവൺ. ഇന്നത്തെ നിഫ്റ്റിയുടെ അനാലിസിസും അതേപോലെ നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ഒരു അനാലിസിസും നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇന്നത്തെ വീഡിയോയിലൂടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്, മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള മൂവ്മെൻ്റ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ഹൈയിൽ നിന്ന് ഏകദേശം നല്ല രീതിയിൽ ഡൗൺ സൈഡിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു സപ്പോർട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഡിസംബർ 20th ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ഡെയിലി ക്യാൻഡലിനകത്ത് തന്നെയാണ് കഴിഞ്ഞ 3 ദിവസമായിട്ടും ക്യാൻഡിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു സൈഡ് വേസ് മൂവ്മെൻ്റാണ് മാർക്കറ്റിൽ നടക്കുന്നത്. ഇങ്ങനത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ ഒരു ഓപ്ഷൻ ബൈ ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ റിട്ടേൺ കിട്ടുന്നത് സെല്ലിംഗ് ആണ്. ഇങ്ങനത്തെ മാർക്കറ്റ് സെല്ലേഴ്സിനാണ് കുറച്ചും കൂടി ഫേവറബിൾ ആയിട്ടുള്ളത്. ഇനി ഒരു നല്ലൊരു രീതിയിലുള്ള ബൈയിങ് പൊട്ടൻഷ്യൽ മാർക്കറ്റിൽ വരണമെന്നുണ്ടെങ്കിൽ ഒരു 23,870 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിലാണ് മാർക്കറ്റിൽ ഒരു അത്യാവശ്യം മൂവ്മെൻറ്റ് തരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബൈയിങ് പൊട്ടൻഷ്യൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. 23,870 എന്ന് പറയുന്ന ഈ ഒരു റെസിസ്റ്റൻസ്, ഇവിടെ നിന്ന് മാർക്കറ്റ് 24,60 അല്ലെങ്കിൽ 50 റേഞ്ചിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു അപ്സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അപ്പം ഈ ഒരു സൈഡിൽ മാർക്കറ്റിൽ നമുക്ക് സ്കാൽപ്പിംഗ് ടൈപ്പ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് മാത്രമാണ് ഉണ്ടാവുന്നത്. കുറച്ചും കൂടി ബെറ്റർ നിങ്ങൾ ഓപ്ഷൻ സെല്ലിംഗ് പോലത്തെ സ്ട്രാറ്റജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബെറ്റർ റിട്ടേൺ കിട്ടാൻ പറ്റും. അപ്പം ഈ ഒരു 23,870 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് സോൺ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് നോക്കാം. അതേപോലെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു 23,640 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ചാണ്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 23,550, അതുപോലെ തന്നെ 24,300 റേഞ്ചിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്കൊരു ലോവർ സൈഡ് നമുക്ക് ഡൗൺ സൈഡ് മൂവ് എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പം മാർക്കറ്റിൽ ഡിസംബർ അതുപോലെ തന്നെ ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വോളിയം ഭയങ്കര കുറവാണ്. ഇന്നൊക്കെ മാർക്കറ്റ് വളരെ ചെറിയ രീതിയിലാണ് മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പം വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് സെല്ലിംഗ് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസോ അല്ലെങ്കിൽ സ്കാൽപ്പിംഗ് ടൈപ്പ് ഓഫ് ട്രേഡുകളോ മാർക്കറ്റിൽ നോക്കാം.